ഈ പ്രപഞ്ചവും സർവചരാചരങ്ങളും നിലനിന്നു പോകുന്നത് സർവേശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു താളക്രമത്തിലാണ്. ആ താളത്തിനുണ്ടാകുന്ന ഏത് പിഴവുകളും അത് മനുഷ്യനാലുണ്ടാകുന്നതോ പ്രകൃതിജന്യമായതോ ആണെങ്കിലും വൻ ദുരന്തങ്ങളിലായിരിക്കും പര്യവസാനിക്കുക. മനുഷ്യജീവിതവും അതിനതീതമല്ല. ശക്തി പരദേവതേ, ആ മുന്നിൽ സങ്കടമോദി ഞാനെന്നും പ്രാർത്ഥനയോടെ തൊഴുതു നിന്നു. അമ്മേ ചമ്മനാട്ടം ഓം നമോ ഭഗവതേ വാസുദേവായ. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ചമനാട്ടമ്മയെ കാത്തുരക്ഷിക്കണേ. കൊച്ചിയിൽ MDMA-യുമായി ദമ്പതികൾ പിടിയിലായി. തോപ്പുംപടി സ്വദേശി ഫ്രാൻസിസ് സേവ്യർ, ഭാര്യ മരിയ ടീസ്മ എന്നിവരാണ് തോപ്പുംപടി പോലീസിന്റെ പിടിയിലായത്. ക്രിസ്റ്റൽ രൂപത്തിലുള്ള 20.03 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ദ്രോഹികൾ എന്തൊക്കെയാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരു തലമുറയെ നശിപ്പിച്ചു. അൽ റഖി മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു ഫ്ളാറ്റിലെ 2 അപ്പാർട്ട്മെന്റുകളാണ് തീപിടിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. സുരേഷ് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യക്കാരോ മലയാളികളൊക്കെ താമസിക്കുന്ന ഇടമാണോ? ദിവിഷ് സന്ധ്യ ഇന്ന് പുലർച്ചെയാണ് അഗ്നിബാധ ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റിലെ അൽ റഖിയ മേഖലയിൽ എല്ലാരും ഒന്ന് കഴിക്ക്, എനിക്കൊന്ന് കിടക്കണം. തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലായിരുന്നു അഗ്നിബാധ. ഈ തീപിടുത്തത്തിൽ 2 അപ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിൽ നമ്മളെ ഒക്കെ വല്ലാതെ പേടിപ്പിച്ച വലിയൊരു ദുരന്തം നടന്ന സ്ഥലം കൂടിയാണ് കുവൈറ്റ് മംഗം അഗ്നിബാധ. 29 പേര്, മലയാളികളടക്കം, നിരവധി മലയാളികളടക്കം 29 പേർ മരിച്ച ആ ഒരു അപകടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇതും. കാരണം തീപിടുത്തം ഉണ്ടാകുന്നത് രാത്രിയാണ്. മാത്രമല്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 6 പേർ മരിച്ചു എന്നാണ്. 6 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരം. ഈ മരിച്ച 6 പേരിൽ 3 പേർ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയാണ് മരിച്ചത്. ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് 3 പേരുടെ മൃതദേഹം താഴെ ചിന്നിച്ചിതറി കിടക്കുന്നത് കണ്ടു എന്നിങ്ങനെ. തീ ആളിപ്പടരുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി താഴേക്ക് ചാടിയവരാണ് ഈ 3 പേരും. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടത്തിൽ മരിച്ചവരെല്ലാവരും തന്നെ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. ഏത് രാജ്യം എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ ഇനി മൃതദേഹങ്ങളുടെ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ഈ ഡെലിവറി ബോയ്സ് ഒക്കെ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അൽ റഖിയ മേഖല. അവിടെയാണ് ഈ കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായത്. മലയാളികൾ ആരും അപകടത്തിൽപ്പെട്ടതായിട്ട് ഇതുവരെ വിവരമില്ല. ആ സ്ഥലത്ത് കൂടുതലായിട്ട് താമസിക്കുന്നത് ഇതുപോലുള്ള ആഫ്രിക്കൻ വംശജര്, അതോടൊപ്പം തന്നെ നേപ്പാളിൽ നിന്നുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ശരി സുരേഷ്, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. കുവൈറ്റിലാണ് അൽ റഖി മേഖലയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേർ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയവർക്കാണ് മരണം സംഭവിച്ചത്. ആഫ്രിക്കൻ അക്ഷയ്, അക്ഷയ്, മോനെ അക്ഷയ്, എടാ വന്ന് അത്താഴം കഴിക്ക്. അക്ഷയ്, ഡാ. അവൻ വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. നീ അത്താഴം അടച്ചു വയ്ക്കൂ. എന്നും അങ്ങനെ അല്ലേ? അവിടെ എന്താ പണി?
സിഗരറ്റിന്റെ നല്ല മണം വരുന്നുണ്ടല്ലോ. ഈ ശീലമൊക്കെ എവിടുന്ന് കിട്ടിയാവോ? മാളൂട്ടാ, നമുക്ക് ഉറങ്ങാം. നാളെ നിന്റെ അമ്മ വരും. നീ പോവണ്ട കേട്ടോ. പരിചയമുള്ളതുകൊണ്ട് നടന്ന വേഗം കിട്ടി. പോകാമല്ലോ. ആ നന്നായി. ഈ കുട ഒന്ന് പിടിച്ചേ. ഈ ബാഗും കൂടി. ഇത് വെച്ചോ. ഫാദറിനെ കണ്ടിട്ട് പോകാല്ലേ? ഓ, അവിടെ ആവശ്യങ്ങളുണ്ടാവും. ആയിക്കോട്ടെ, എന്നാ പോവല്ലേ? ഫാദർ ഉണ്ടാവോ എന്തോ. അച്ചോ നമസ്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ വരൂ, അകത്തേക്ക് ഇരിക്കാം. ആ വരൂ, ഇരിക്കൂ. ട്രഷറിയിൽ നിന്ന് ഇവിടെ വരാതെ പോയാൽ വല്ലാത്ത വിഷമമാവും. ഓ, അതാ നേരിട്ട് വന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അച്ഛാ? ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായമുണ്ടല്ലോ. നന്നായി തന്നെ പോകുന്നു മാഷെ. ചെലവുകൾ കൂടുതലുണ്ടാവും. 10-40 അഗതികളുള്ളതല്ലേ. ആ അതെ, ശരിയാ. നോക്കി കയറണേ. എന്തുണ്ടാ വിശേഷം?
ഇന്ന് പോയില്ലേടാ? ഇല്ല. വയ്യെങ്കിൽ വെറുതെ ഇരിക്കില്ല അല്ലേ? വെറുതെ ഇരിക്കാൻ പറ്റുമോ ടീച്ചറെ? നീ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. വേടാ മോനെ, ചോദിക്കട്ടെ. കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ വയസ്സിക്ക് ആരെയും നോക്കിയിരിക്കാനില്ലല്ലോ നിങ്ങളെ അല്ലാതെ. ഇത് വച്ചോളൂ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല മോളെ, എനിക്കും ആളുണ്ടെന്ന് തോന്നണത് നിങ്ങൾ വരുമ്പോഴാണ്. ഞാനും ഈ മേലാത്ത ചെക്കനും മാത്രം ഇവിടെ ഇങ്ങനെ. എനിക്ക് മറക്കാൻ പറ്റുമോ? എത്ര കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. എൻ്റെ അമ്മയെ പോലെ എൻ്റെ മകനെ വളർത്തിയത് ആരാ? കമല വരൂ, പോവാം. ദാ വരുന്നു. ഇറങ്ങട്ടെ ആകുമ്പോ അമ്മേ. നേരത്തെ അവിടെ എത്തേണ്ടതല്ലേ? പോവാം പോവാം. ഓ എന്താ ചൂട്! ഹോ, ഹോ. അമ്മൂമ്മേ. ഹോ, ഹോ. ഹോ, എന്തുഷ്ണം! ശോ. ഹോ, ഹോ. ഓ, ഹോ, ഹോ. കറണ്ടും ഇല്ല. വല്ലാതെ താമസിച്ചു പോയി. ഷുഗർ കുറഞ്ഞെന്നാ തോന്നണത്. ശ്രദ്ധിക്കണേ, കഴിച്ചോളൂ, പിന്നീട് ഡ്രസ്സ് മാറാം. മോനെ അക്ഷയ്, വാ ഊണ് കഴിക്കാൻ വരൂ. വരൂ. മതി മതി, ഊണ് കഴിച്ചിട്ട് മതി മധുരം തീറ്റ. മാടൂട്ടിക്ക് ഇഷ്ടല്ലേ? ഇഷ്ടാണ്. അതെടുത്ത് ടീച്ചറെ, 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 ടീച്ചറെ.
ആവർത്തിച്ചു. കുറ്റിക്കോട് റിട്ടയർഡ് അധ്യാപക ദമ്പതികളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. റിട്ടയർഡ് അധ്യാപക ദമ്പതികളായ ദേവരാജനും കമലമ്മയും അവരുടെ മകളുടെ മകൾ 7 വയസ്സുള്ള കുട്ടിയുമാണ് കൊല ചെയ്യപ്പെട്ടത്. സ്ഥിരമായി വീട്ടിൽ സഹായത്തിന് വരുന്ന സ്ത്രീ രാവിലെ ജോലിക്ക് വന്നപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. ബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ ചാരിയ വാതിൽ തുറന്ന് അകത്തിയെന്ന സ്ത്രീ ഹാളിലും ബെഡ്റൂമിലുമായി മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. മയക്കുമരുന്നിന് അടിമയായ മകനെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറ്റിക്കോട് പോലീസ് കേസെടുത്തു. അഡ്മിറ്റ് ചെയ്യുമല്ലേ? വെരി ഗുഡ്. ഒരു 6 മാസമെങ്കിലും എടുക്കും. അക്ഷയ്, ഡിസ്ചാർജ് ആണല്ലോ. 6 മാസം കഴിഞ്ഞു അല്ലേ? ഇത്തരം ലഹരികൾ ഇനി ഉപയോഗിക്കരുത്. ഇല്ല സർ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നൗ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താങ്ക് യു. താങ്ക് യു. പോവല്ലേ? കണ്ണൂർ വരെ എത്തണ്ടേ? സാറേ, പോകുന്ന വഴിക്കല്ല എൻ്റെ വീട്. ഒരു തവണ എന്നെ അവിടെ ഇറക്കാമോ? തൂക്കുമരത്തിൽ ഏറുന്നതിന് മുമ്പ് അച്ഛനോടും അമ്മയോടും മാപ്പ് പറയാൻ വേണ്ടി മാത്രം.
എനിക്കുമുണ്ടാ നിന്റെ പ്രായത്തിലുള്ളൊരു അയ്യൻ. മോനെ